കണ്ട് രണ്ട് കണ്ണ് കണ്ട് രണ്ട് കണ്ണ് കഥകിൻ മറവില് നിന്ന് കരിനില കണ്ണുള്ള പെണ്ണ് കുറുനിര പരത്തണ പെണ്ണ് കണ്ട് രണ്ട് കണ്ണ് കണ്ട് രണ്ട് കണ്ണ്. യെസ്, ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സാലഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ മക്കളെ, എന്താ നിങ്ങൾ എന്താ മിസ് കണ്ണൊക്കെ വെച്ചിരിക്കുന്നല്ലേ? നമ്മൾ കണ്ണ് ഡാൻസിലൊക്കെ കാണിക്കുന്ന ഇങ്ങനെ കണ്ണ് കണ്ടോ, കണ്ട് രണ്ട് കണ്ണ് ഇല്ലേ? ഈ കണ്ണ് ആരുടെയാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ ഒരു കണ്ണാണ്, ആരാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് മിസ് ഇങ്ങനെ ഇതേപോലെ കണ്ണൊക്കെ വെച്ചിട്ട് ഒരു പരിപാടി, എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നമ്മുടെ കണ്ണിനെ പറ്റി ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. മാജിക് ഓഫ് സെൻസസ്, ഇന്ദ്രിയ ജാലകം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, അടിപൊളി ചാപ്റ്ററിന്റെ മക്കൾക്ക് പഠിക്കാനുണ്ട് അല്ലെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ കണ്ട് രണ്ട് കണ്ണ് എന്ന് പറയുന്ന കണ്ണിനെ പറ്റി കുറച്ച് കാര്യങ്ങള് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലേ. അപ്പൊ കണ്ണ് മാത്രമല്ല, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് സെറ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ള ആളുകൾ അല്ലെ. നമ്മുടെ ചുറ്റും നോക്കിയാൽ കുറെ ഭംഗിയുള്ള പൂക്കളുണ്ട്, പുഴകളുണ്ട്, പക്ഷികളുണ്ട്, പൂമ്പാറ്റയുണ്ട്. അങ്ങനെ ഭയങ്കര ഭംഗിയാണ് നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത്. ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി അല്ലെങ്കിൽ നേച്ചേഴ്സ് ബ്യൂട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇല്ലേ. പ്രകൃതി ഭയങ്കര ഭംഗിയുള്ള സുന്ദരിയായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാ മക്കളെ? നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണുകൊണ്ട് അല്ലെ. കണ്ണോണ്ട് ചൊല്ലണ് മിണ്ടാണ്ട് മിണ്ടണ് പറഞ്ഞ പോലെ കണ്ണ്. ചിലരുടെയൊക്കെ കണ്ണ് ഭയങ്കര ഭംഗിയാണ് അല്ലെ കാണാൻ വേണ്ടിയിട്ട്. ചിലരുടെ നല്ല ചാരക്കണ്ണ്, ചിലരുടെ പൂച്ചക്കണ്ണ്, ചിലരുടെ നീലക്കണ്ണ്. അങ്ങനെ ഭയങ്കര ഭംഗിയാണ് നമ്മുടെ കണ്ണുകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് പലതും കാണാൻ വേണ്ടി പറ്റുന്നു. അപ്പൊ നമ്മുടേത് പോലെയാണോ മക്കളെ എല്ലാവരുടെയും കണ്ണുകൾ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആണോ? ഒരുപോലെയാണോ? നമുക്ക് നോക്കിയാലോ. ദേ പിടിച്ചോ, നമ്മുടെ എന്താ പറയാ ആട് അല്ലെങ്കിൽ പുലി അല്ലെങ്കിൽ കടുവ ഏതോ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴി, ഇവരുടെയൊക്കെ കണ്ണ് ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ എന്റെ ഈ കണ്ണ് കണ്ടോ, ഈ കണ്ണ് കണ്ടോ, ഇത് ഇതുപോലെയാണ് അവരുടെ കണ്ണ്? അല്ലല്ലോ, എല്ലാവരുടെയും കണ്ണ് ഡിഫറെന്റ് അല്ലേ. ഇപ്പൊ പുലിയുടെ പോലെയല്ല നമ്മുടെ ആടിന്റെ പോലെയല്ല കോഴിയുടെ, എല്ലാവരുടെയും ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ കണ്ണുകൾ തന്നെയാണോ മറ്റു ജീവികളുടെ കണ്ണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അല്ല മിസ്സേ, എല്ലാം ഡിഫറെന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. നിങ്ങളുടെ വീട്ടിൽ കുത്തുന്ന പശുമ്മ ഉണ്ടെങ്കിൽ പശുമ്മയുടെ പോലെയല്ല നമ്മുടെ ആട്ടിൻകുട്ടിയുടെ പോലെയല്ല വേറെ ഉള്ളവരുടെ അല്ലെ. എല്ലാവരുടെയും ഡിഫറെന്റ് ആണ്. സോ നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള 3 ആളുകളുടെ കണ്ണിന്റെ സ്പെഷ്യാലിറ്റി ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ ആളാണ് മ്യാവൂ മ്യാവൂ, നമ്മുടെ പൂച്ച. ഓക്കെ, അപ്പൊ പൂച്ചയുടെ കണ്ണിന്റെ സ്പെഷ്യാലിറ്റി എന്താ നോക്കടാ. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ വികസിച്ച. നിങ്ങൾ പൂച്ചേനെ കണ്ടിട്ടില്ലേ? പൂച്ച കാണുന്ന സമയത്ത് രാത്രി ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന കണ്ണല്ലേ പൂച്ചയുടെ. ചിലപ്പോ പൂച്ചേനെ കാണൂലേ, കറുത്ത പൂച്ചയാണെങ്കിൽ പൂച്ച രാത്രി അല്ല, പക്ഷെ കണ്ണിങ്ങനെ തിളങ്ങിയിരിക്കും അല്ലെ. അപ്പോ ദ പ്യൂപ്പിൾ ഓഫ് ദ കാറ്റ്സ് ഐസ് അപ്പിയർ ദ കോൺസ്ട്രിക്റ്റ് ഓൺ ദ ഡേ ലൈറ്റ് ആൻഡ് ദ ഡിലേ ടു ദ മാക്സിമം അറ്റ് നൈറ്റ്. നൈറ്റ് ആവുന്ന സമയത്ത് നന്നായിട്ട് വികസിക്കുകയും ചെയ്യും, അല്ലാത്ത സമയത്ത് ചുരുങ്ങിയാണ് ഇരിക്കുക അല്ലെ. അപ്പൊ നേരിയ വെളിച്ചത്തിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് കാണാനുള്ള പവർ ഉണ്ട് നമ്മുടെ പൂച്ചയ്ക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ പാളിയുണ്ട്. അതായത് രാത്രിയിൽ കണ്ണുകള് തിളങ്ങാനുള്ള ഒരു കാരണം. നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്താ ഈ പൂച്ചയുടെയും പട്ടിയുടെ ഒക്കെ നന്നായിട്ട് തിളങ്ങുന്നത് അല്ലെ, നല്ല നല്ല തിളക്കത്തോട് കൂടിയിട്ട് രാത്രി നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ദിസ് റീസൺ ഫോർ ദ ഷൈനിങ് ഐസസ് എന്ന് പറയുന്നത് എ കാറ്റ് ഐസ് ഹാസ് എ ലെയർ ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽ. ഒരു പ്രത്യേക കോശം ഈ കണ്ണിനകത്ത് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് രാത്രി കാലങ്ങളിലും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. രാത്രി ഇടയിൽ തേടാനൊക്കെ അവരെ പെട്ടെന്ന് സഹായിക്കും. അവർക്ക് പറ്റിയിട്ടുള്ള വല്ല എലിക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ക്യാച്ച് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് പറ്റുന്നത് പൂച്ചയ്ക്ക് അതുകൊണ്ടാണ്. അതാണ് രാത്രി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കണ്ണുള്ള നമ്മുടെ കാടൻ പൂച്ചേനൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും രാത്രി അല്ലെ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ അവർക്ക് എലിമീസിനൊക്കെ പെട്ടെന്ന് ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രേസിനൊക്കെ ഹണ്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അടുത്ത ആളെ നോക്കടാ. പേടിയുണ്ടോ നിങ്ങൾക്ക് ഇതിനെ കാണുമ്പോ? എനിക്ക് ചെറിയൊരു പേടി തോന്നും, കാരണം കണ്ടോ ടെറർ ലുക്ക് ഉണ്ടല്ലേ, ചെറിയൊരു കണ്ടോ ഫേസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയാനകത ഉണ്ട് ഇല്ലേ. ഇതാരാന്നറിയോ? ഇതാണ് നമ്മുടെ ഔള് അല്ലെങ്കിൽ മൂങ്ങയുടെ കണ്ടിട്ടുണ്ടോടാ? മൂങ്ങയുടെ മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുകൾ ഭാഗത്തായി വലിയ കണ്ണുകളാണല്ലോ കണ്ടോ.
ഉണ്ടക്കണ്ണല്ലേ, ഉണ്ടക്കണ്ണാന്നൊക്കെ പറഞ്ഞ പോലെ വലിയ കണ്ണാണല്ലേ. കഴുത്ത് പിറകോട്ട് തിരിച്ച പുറകിലെ കാഴ്ച കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും. നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ബാക്കത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കല്ലാണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റൂല ബാക്ക് സൈഡ് എന്താ നടക്കുന്നതെന്ന്. അപ്പൊ മിസ്സിന്റെ ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് പോലും എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ മൂങ്ങി അങ്ങനെയില്ല ഗൈസ്, തല തിരിച്ചിട്ടും അവർക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ദ owl has a large eyes directly at the front of its head. The owl is also able to see the sight behind it by rotating the neck into the back. അപ്പൊ ബാക്കിലോട്ടും റൊട്ടേറ്റ് ചെയ്തിട്ട് നോക്കി കാണാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ഔളിനുണ്ട്, നമ്മുടെ മൂങ്ങയ്ക്കുണ്ട് എന്നാണ് പറയുന്നത്. ഈ നമ്മുടെ പറയും നമ്മുടെ മൂങ്ങ. അപ്പൊ അത് സെറ്റാണ്, റെഡിയാണ്. എങ്കിൽ നമുക്ക് ലാസ്റ്റ് വണ്ണിലോട്ട് പോവാം. ഇത് ഏതാണ് മക്കളെ, നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ മരയോന്ത് അല്ലെങ്കിൽ ചാമലിയോൺ എന്ന് പറയുന്ന ജീവി. ഇതിനെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ചിട്ട് ചുറ്റുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പൊ എനിക്ക് ഈ കണ്ണ് ഇങ്ങോട്ടേക്കും ഇപ്പുറത്തോട്ടും ആക്കുക പറഞ്ഞ ബുദ്ധിമുട്ടാ. രണ്ട് ഏകദേശം ഒരേ സ്ഥലത്തേക്കേ പോവുള്ളൂ, ഇങ്ങനെയൊക്കെ പോവുള്ളൂ. അല്ലാണ്ട് ഇതിപ്പുറത്തേക്കും അപ്പുറത്തേക്ക് ഇത്രയൊന്നും പോവാൻ നമുക്ക് കഴിവില്ല അല്ലെ. പക്ഷെ നമ്മുടെ മരയോന്ത് അങ്ങനെയല്ല. ദ ചാമലിയോൺ ക്യാൻ സൈമൾട്ടേനിയസ്ലി മൂവ് ഇറ്റ്സ് ഐസ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. ഇങ്ങോട്ടേക്കാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞ എല്ലാ ഡയറക്ഷനിലോട്ടും നോക്കാനുള്ള കഴിവ് നമ്മുടെ മരയോന്തിനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും സ്പെഷ്യാലിറ്റി ഉള്ള ആളുകളാണ് ഈ മൂന്നാളുകള്. നമ്മുടെ പൂച്ച, നമ്മുടെ മരയോന്ത്, അതേപോലെ പിന്നെ നമ്മൾ ആരുടെ കാര്യം പഠിച്ചത്, ഒരാളുടെ നമ്മൾ പഠിച്ചല്ലോ, പൂച്ചയും മരയോന്ത്. പിന്നെ ഏതാ മക്കളെ നമ്മൾ പഠിച്ചത്? ഞാൻ മറന്നുമില്ല, യെസ്, ഔള്, മൂങ്ങ അല്ലെ. അപ്പൊ ഈ മൂന്നാളുകളുടെ കേസ് എന്റെ മക്കള് ഷുവറായിട്ടും പഠിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബാക്കി കാര്യങ്ങള്, ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ, സീ മക്കളെ, ബൈ ബൈ.